നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തായാലും നാളെ ഉറപ്പായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാവും. സ്ത്രീപീഡനം ഇപ്പൊ പണ്ടത്തെക്കാളും നല്ല സ്ട്രോങ് കേസാ. നമ്മളൊന്ന് ഇറുക്കി പിടികൊടുത്താ ബാക്കി അവര് നോക്കിക്കോളും. അതുപോലെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് ഗായത്രിയൊക്കെ അറിഞ്ഞാലും നിന്റെ വായിൽ നിന്ന് അബദ്ധങ്ങളൊന്നും വീഴാതെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം പപ്പേട്ട. അല്ലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ അവസാനം ഒറ്റപ്പെടുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അപ്പൊ നിനക്കും ബുദ്ധി വെച്ച് തുടങ്ങി. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഭാവന സംസാരിച്ചു തുടങ്ങിയപ്പം എല്ലാവർക്കും ഒരു പ്രതീക്ഷയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്രയും വേഗം അവൾ എണീക്കുമെന്നാ അവരുടെയൊക്കെ വിചാരം. അത് അവരുടെയൊക്കെ വെറും മൂഢവിശ്വാസമാണ് ജാനകി. ആ ഡോക്ടർ ശ്രീറാം അത്രയ്ക്ക് നല്ല പണിയാ ഭാവനയ്ക്കിട്ട് കൊടുത്തത്. ഇനി ഒരിക്കലും കിടക്കയിൽ നിന്ന് അവൾ എഴുന്നേക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമായില്ലേ? അവളുടെ സംസാരശേഷി തിരിച്ചു കിട്ടാൻ പാടില്ലായിരുന്നു. അവിടെയാ ഞാൻ തകർന്നു പോയത്. അന്ന് അവൾ എന്നെ നാവ് കൊണ്ട് കൊന്നില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ടാ നിന്നോടൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നീ ഇനി എന്ത് ചെയ്താലും ഭാവന അത് നോട്ട് ചെയ്തോണ്ടിരിക്കും, തിരിച്ചു പ്രതികരിക്കുകയും ചെയ്യും. അത് നേരാ. ഇനി അവള് തിരിച്ചു വരില്ലാന്ന് കരുതിയാ ഞാനന്ന് കണ്ണിൽ ഓറഞ്ച് നീര് ഇറ്റിച്ചതും വീൽ ചെയറിൽ നിന്ന് തള്ളിയിട്ടതും. അത് രണ്ടും അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആണല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഓക്കെ പാപ്പേട്ട, ഇനി ഞാൻ നോക്കിക്കോളാം. ഞാനേ ആ SI ഒന്ന് വിളിച്ചു നോക്കാം, എന്തായെന്നറിയാലോ. അല്ല, ശരിയായ മതിയായിരുന്നു. ആന്റി, ആരെയാ വിളിക്കുന്നേ? ആ വിജയപത്മനിയെ മോളെ. പോലീസ് സ്റ്റേഷനിൽ പോവാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. പിന്നെ ഒരു വിവരം അറിയാൻ പറ്റിയില്ല. എങ്കിലേ കേസ് കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തു കാണും. എന്നാലും കാര്യങ്ങൾ അറിയാലോ. ഭാവനയുടെ സ്വന്തം വല്യച്ഛനും വല്യമ്മയാവുമ്പോ കേസിന് അല്പം ഗൗരവം ഉണ്ടാവും. ആ ദാ വിജയപത്മൻ വിളിക്കുന്നു. ആ വിജയപത്മ, ജയധർമ്മളെ, പോയ കാര്യം എന്തായെന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. അതൊക്കെ ഞാൻ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ SIയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. SI എന്ത് പറഞ്ഞു? നാളെ രാവിലെ തന്നെ അവരവിടെ വന്നോളും. ആ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മതി വിജയപത്മ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അതെ, ഇപ്പോഴും ജയനിർമ്മലയുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. ആദ്യം കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. 100% നടക്കൂന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറയാന്ന് പറഞ്ഞത്. ഞങ്ങളും കൂടി നാളെ അങ്ങോട്ട് വരണോ? എങ്കിൽ വരാം. അത് വേണ്ട വിജയപത്മ, ആദ്യം പോലീസ് ഇവിടെ വരട്ടെ. രാവിലെ ആവുമ്പോ സൂര്യൻ ദേവേട്ടനും ഇവിടെ ഉണ്ടാവും. ഒന്നും അറിയാത്തവളെ പോലെ ഞാൻ ഇവിടെ നിന്നോളാം. അതെ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല വിജയപത്മ. ഞാൻ പ്രതീക്ഷിക്കും പോലെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഭാവന സ്വയം തന്നെ ഇവിടുന്ന് പൊയ്ക്കോളും. സൂര്യയും ഭാവനയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാ നാളെ സംഭവിക്കാൻ പോകുന്നത്. അതേ ജയനിർമ്മലേ, കേസ് കൊടുത്തത് ആരാണെന്ന് ഉറപ്പായും SI അവരോട് പറയും. പിന്നെ എന്റെ പിന്നാലെയാവും സൂര്യയും ഭാവനയും. എന്താ വിജയപത്മന് പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തത്. എന്റെ അനുജന്റെ മകൾക്ക് വേണ്ടി ഞാൻ കേസ് കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. കൊടുത്തില്ലെങ്കിലാണ് തെറ്റ്. മതി വിജയപത്മ, ഈ ഒരു വിശ്വാസം മാത്രം മതി. വിജയപത്മനെ ഇവിടെ ആരും സംശയിക്കില്ല. പിന്നെ നാളെ SI വന്നിട്ട് പോയാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ഉറപ്പായും അറിയിക്കും. എന്നാ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ വിജയപത്മ. ഭാവന ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആളാണ് വിജയപത്മൻ. ഇങ്ങനൊരു വല്യച്ഛൻ ഭൂമിയിലെ വേറെ ആർക്കും കാണില്ല, അല്ലേ ആന്റി? അതെ അതെ. അല്ലെങ്കിലും വിജയപത്മൻ ഇങ്ങനെയാ. സ്വന്തം സഹോദരന്റെ മക്കളൊന്നും രക്ഷപ്പെടുന്നത് കാണാൻ അയാൾക്ക് ഇഷ്ടമല്ലെന്നേ. എല്ലാവരും അയാൾക്ക് താഴെ നിൽക്കാനേ പാടുള്ളൂ. അപ്പോ അല്പനാണെന്നർത്ഥം. 100%. അർദ്ധരാത്രിയിൽ കുട പിടിക്കില്ലെന്നേ ഉള്ളൂ. ഇയാളെയൊക്കെ ആന്റി ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ.
ചിലപ്പോ പിന്നിൽ നിന്ന് കുത്താൻ ചാൻസ് ഉണ്ട്. ഉം. ഉറപ്പായും അങ്ങനെയും ചെയ്യാൻ മടിയില്ലാത്തവനാ ഈ വിജയപത്മൻ. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ കൂടെ കൂട്ടിയത്. നാളെ ഒരു പ്രശ്നം വന്നാലും ഭാവനയുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ കൂടി ഉള്ളത് നല്ലതല്ലേ? അപ്പോ ആന്റിയും ബുദ്ധിപൂർവ്വം തന്നെയാണ് കളിക്കുന്നത് അല്ലേ? പിന്നല്ലാതെ. സാധാരണഗതിയിൽ വിജയപത്മന്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്നോടൊപ്പം സഹകരിക്കില്ലായിരുന്നു. അത്ര വലിയ ട്രാജഡിയാ വിജയപത്മന്റെ മോൾക്കുണ്ടായത്. സൂര്യ താലി കെട്ടേണ്ട പല്ലവിയാണ് അവസാന നിമിഷം സൂര്യയുടെ കൂട്ടുകാരൻ, അതും 10 പൈസയ്ക്ക് പോക്കില്ലാത്തവൻ കെട്ടിയത്. ഇതേതെങ്കിലും അച്ഛൻ സഹിക്കുന്ന കാര്യമാണോ? ആ അത് നേരെ. എന്നിട്ടും എല്ലാം സഹിച്ച് എന്നോടൊപ്പം നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഭാവനയോടുള്ള ദേഷ്യം കൊണ്ടാ. നാളത്തെ നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവുന്ന തന്നെ ആന്റി എന്റെ വിശ്വാസം. വർക്കൗട്ട് ആവണം മോളെ. അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. പക്ഷേ ഒരു കാരണവശാലും സൂര്യക്ക് എന്നിലൊരു സംശയവും തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നാതിരിക്കുന്ന രീതിയിൽ വേണം ആന്റിയും പെരുമാറാൻ. കഴിയുന്നതും നാളെ തന്നെ ഭാവന ഇവിടുന്ന് പറഞ്ഞു വിടണം. അത് പോലീസ് തീരുമാനിച്ചോളും. നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകാതിരുന്നാ മതി. ഒരു മണ്ടത്തരം പറ്റി. വനിതാ കമ്മീഷനിൽ കൂടി ഒരു കംപ്ലൈന്റ് വിജയപത്മനെ കൊണ്ട് കൊടുപ്പിക്കണമായിരുന്നു. ഇപ്പൊ ഇത് മതി ആന്റി, നമുക്ക് നോക്കാലോ. ഭാവന സംസാരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ സംഗതി കുറച്ചുകൂടി സ്ട്രോങ് ആയേനെ. അതെ മോളെ. അപ്പോ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുമില്ല. സാരമില്ലെന്നേ, ഈ കിട്ടുന്ന അവസരം പാഴാക്കാതിരുന്നാ മതിയല്ലോ. ഭാവന SIയോട് എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും ആന്റി? ഉറപ്പായും അവൾ അങ്ങനെ പറയുള്ളൂ. സൂര്യയെയോ മറ്റുള്ളവരെയോ കുറ്റക്കാരാക്കാൻ ഭാവന ആരെയും അനുവദിക്കില്ല. പക്ഷേ SIക്ക് നടപടിയെടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. കാരണം സൂര്യ ഭാവനയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നമുക്ക് വേണ്ടതും ആ ഒരു തീരുമാനം തന്നെ. എന്നാലും എനിക്കിപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട് ആന്റി. എന്താ? വിജയപത്മന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ഭാവനയും സൂര്യയും ഒരു രജിസ്റ്റർ മാരേജിനും നാളെ SIയോട് ആവശ്യപ്പെട്ടാലോ? എങ്കിൽ ഞാൻ അവിടെ വിജയിച്ചു മോളെ. പിന്നെ എന്റെ റൂട്ട് 100% ക്ലിയർ ആവും. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടതിനെല്ലാം ഫലം ഉണ്ടാകും. ഒന്ന് കാണാതെ ഞാൻ മറ്റൊന്ന് പ്ലാൻ ചെയ്യില്ല മോളെ. എന്റെ അടുത്ത ലക്ഷ്യം തന്നെ നിന്റെയും സൂര്യയുടെയും കല്യാണോ. നീ നോക്കിക്കോ, അത് നല്ല രീതിയിൽ തന്നെ ഞാൻ നടത്തും. എനിക്കെന്തോ ആന്റി ഈ പറഞ്ഞതൊന്നും അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് വേണ്ടെന്നേ. നിനക്കെന്താ ധൃതിയുണ്ടോ? ഏയ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാനായിട്ട് ആന്റിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നില്ല. ഈശ്വര, എന്റെ ഈ പരിശ്രമമെങ്കിലും നീ ലക്ഷ്യത്തിലെത്തിക്കണേ. പോലീസ് എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സർ? സൂര്യ ഉണ്ടോ? ഉണ്ട് സർ. എന്താ പ്രശ്നം? എന്തെങ്കിലും അറിയാതെ ഞങ്ങൾ വരില്ലല്ലോ. ദേവനല്ലേ? അതെ സർ. സൂര്യക്കെതിരെ ഒരു കംപ്ലൈന്റ് ഇട്ടിട്ടാ ഞങ്ങൾ വരുന്നത്. എന്ത് കംപ്ലൈന്റ് ആണ് സർ? അതിനു മുൻപ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഭാവന ആരാണ്? മോന്റെ വൈഫാ സർ. എന്താ സർ ചോദിച്ചത്? പറയാം. ഭാവന സൂര്യയുടെ വൈഫല്ലെന്നും ഭാവനയെ സൂര്യ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്നൊരു പരാതി കിട്ടിയിട്ടാ ഞങ്ങൾ വന്നു. ആരാണ് സർ ഇങ്ങനൊരു പരാതി തന്നത്? ഭാവന സൂര്യയുടെ ഭാര്യ തന്നെയാണ്. ഓക്കെ,